വീഴ്ചയല്ല എന്ന് മാത്രമല്ല, ഞാനത് വിശദീകരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വികസനം ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോ സംശയമില്ല, ലോകത്തിലെ സാമൂഹ്യ പാഠ വിദ്യാർത്ഥികൾ അധികം താമസിയാതെ തന്നെ ഇന്ത്യ സൂപ്പർ പവർ എന്ന് പഠിക്കുന്ന കാലം വിദൂരമല്ല. അന്ന് രാഹുൽ ഗാന്ധിയുടെയും പാർട്ടിയുടെയും അവസരം അത് ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മധൂർ പഞ്ചായത്തിൽ ഇപ്പോ UDF 9 സീറ്റായി അല്ലെ? അവരും കുറെ കാലമായി നമ്മളെ ഭരിക്കാൻ വേണ്ടി, ഈ മധൂർ പഞ്ചായത്തിലെ ഭരണം കൈക്കലാക്കാൻ വേണ്ടി എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുക. കോൺഗ്രസ് ആരെയാ ഇപ്രാവശ്യം കൂട്ടുകൂടിയത്? വെൽഫെയർ പാർട്ടി. വെൽഫെയർ പാർട്ടി ആരുടെ പാർട്ടിയാ? ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ കോർ ഐഡിയ എന്താണ്? ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നില്ല. അവര് മതേതര പാർട്ടിയല്ല. അതിലെല്ലാം ഉപരി അവരുടെ കോർ ഐഡിയ, അവർ ഭരണത്തിൽ വന്നാൽ ശരീഅത്ത് നിയമം നടപ്പിലാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി മധൂരിലെ ജനങ്ങളോട് നന്ദി പറയേണ്ടതുണ്ട്. ശരീഅത്ത് നിയമം നടപ്പിലാക്കുമെന്ന് പറയുന്ന ഒരു സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് മത്സരിച്ച ആ UDF മുന്നണിയെ ഈ മണ്ണിൽ വീണ്ടും വീണ്ടും തറവറ്റിക്കുന്ന ഈ മധൂരിലെ ജനങ്ങളോടുള്ള നന്ദി, ഭാരതീയ ജനതാ പാർട്ടിയുടെ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. അവര് നിസ്സാരമരല്ല, മറ്റവരെക്കാൾ അപകടകാരികളാണ്. ഈ മധൂരിന്റെ ഭരണം കൈക്കലാക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം തകർക്കാൻ ഒരുപാട് ഗൂഢാലോചനകൾ, കുൽസിത ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കുൽസിത പരിശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മിന്നുന്ന വിജയം ഇപ്പൊ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. മദനന്ദേശ്വര സിദ്ധിവിനായകന്റെ മുമ്പിലാണ് നമ്മൾ ഈ ആഹ്ലാദം പങ്കുവെക്കുന്നത്. കേരളത്തിൽ നമ്മൾ ഭരണത്തിലെത്തിയിട്ടില്ല, പക്ഷെ 2026 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വലിയ മുന്നേറ്റം നടത്തും എന്നുള്ളതിന്റെ സൂചന ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അമിത്ഷാ കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചത്, ഈ തവണ ഞങ്ങൾ തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ ഭരണം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടും. അത് കഴിഞ്ഞാൽ 2026 കേരളത്തിലെ ഭരണത്തിലേക്കുള്ള നടന്ന അടുക്കലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമിത്ഷാ 3 മാസം മുമ്പേ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചുപോയതെങ്കിൽ ഇതാ ആ വാഗ്ദാനം നമ്മൾ നിറവേറ്റിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് അനന്തപത്മനാഭന്റെ മണ്ണിൽ മേയർ സംഭാവന ചെയ്തുകൊണ്ട് 150 സീറ്റ് പിടിച്ചുകൊണ്ട് അവിടെ നമ്മൾ 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താമരയുടെ വസന്തകാലമായി ഈ കാലഘട്ടത്തെ മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ, നടുവത്തൂർ പഞ്ചായത്തിൽ, എന്തിനധികം പറയുന്നു, ഇതാ ML അശ്വിനിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ മധൂർ, ഈ കാസർഗോഡിന്റെ മണ്ണിൽ ഈ മധൂരടക്കം 4 പഞ്ചായത്തുകളിൽ ഭരണത്തിലേക്ക് നമ്മൾ നടന്നെടുത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 4 പഞ്ചായത്ത് നമ്മൾ ഭരിക്കാൻ വേണ്ടി 2 സ്ഥലത്ത് നമ്മൾ സമാസമമായി പോയി. നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന വിപ്ലവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉണ്ടാക്കിയപ്പോ ഗുജറാത്തില് വലിയ വിമർശനം ഉണ്ടായി അല്ലേ? 3000 കോടി കാക്ക തൂറാനുള്ള ഒരു സ്റ്റാച്യു ഉണ്ടാക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ്, പറഞ്ഞില്ലേ? പക്ഷെ നിങ്ങൾ അറിയോ, ആ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റാച്യു എന്നുള്ള ബഹുമതി മാത്രമല്ല, ആ സ്റ്റാച്യു നിർമ്മിച്ചതിന് ശേഷം ആ സംസ്ഥാനത്തിനുണ്ടായിട്ടുള്ള, ആ നാടിനുണ്ടായിട്ടുള്ള വികസനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികസനമാണ്. ആദ്യത്തെ വർഷം തന്നെ 400 കോടിയുടെ ടേൺ ഓവറാണ് ആ കാര്യത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ഇപ്പൊ അത് നിർമ്മിച്ച പൈസയൊക്കെ മുതലായി, കാക്ക തൂറാനല്ല.
ആ നിർമ്മിച്ച പണമൊക്കെ വരുമാനമായിട്ട് വന്നു. ഇനി അങ്ങോട്ട് ലാഭമാണ്, നാടിന്റെ വികസനമാണ് നടന്നത്. ഇതേ കാര്യമാണ് അയോധ്യയിലും. അയോധ്യയിൽ ഭക്തി മാത്രമല്ല, ഈ ഉത്തർപ്രദേശിന്റെ സമഗ്രമായിട്ടുള്ള വികസനം. ഇപ്പൊ തന്നെ ഇന്ത്യ ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ 4/1 ബഡ്ജറ്റാണ് യു പിയിൽ അവതരിപ്പിക്കുന്നത്. പാകിസ്ഥാന്റെ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിനെക്കാട്ടും വലിയ ബഡ്ജറ്റാണ് യു പിയിലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആ യു പിയിൽ അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ ആ യാഥാർത്ഥ്യമായതോടുകൂടി ആ ഭാഗത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ള വികസനം. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കോഴിക്കോട്ടെ ഒരു പ്രമുഖ മുസ്ലിം വ്യവസായി എന്നോട് പറഞ്ഞു, ഞാൻ അടുത്തയാഴ്ച അയോധ്യയിലേക്ക് പോവുകയാണ്, നിങ്ങൾ പോയോ? നമ്മളോട് പാർട്ടി പറഞ്ഞത് സാവധാനം പോയാൽ മതി എന്നാണ് അല്ല, അങ്ങനെയാണല്ലോ ആ സമയത്ത് ട്രെയിനിലൊക്കെ ചുമതലപ്പെട്ടവരൊന്നും ഇപ്പൊ പോകണ്ട, ആഗ്രഹമുള്ളവരൊക്കെ പോയിക്കോട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇപ്പൊ അയോധ്യ പോകുന്നത്? അതെ, എന്റെ അടുത്ത പ്രോജക്റ്റ് അയോധ്യയിലാണ്. ഒരു മുസ്ലിം വ്യവസായി പറയാണ്, കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അയോധ്യയിലേക്ക്. അപ്പൊ നമുക്ക് ഊഹിക്കാം ആ സംസ്ഥാനം, അയോധ്യയുടെ അനുബന്ധ വികസനം എത്രത്തോളമാണ് വളരാൻ വേണ്ടി പോകുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഈ മണ്ണിൽ നിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നാം മുന്നേറുമ്പോ, നാം മുന്നേറി മുന്നോട്ട് പോകുമ്പോ, അതേപോലെ തന്നെ ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഈശ്വര സന്നിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നതെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഈ മധൂർ മദനന്ദേശ്വര സിദ്ധിവിനായക ഈ ക്ഷേത്രത്തിനെ നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ ഈ ക്ഷേത്രത്തിന്റെ സന്ദേശം എത്തിച്ചുകൊണ്ട് ആ ക്ഷേത്ര വികസനത്തോടൊപ്പം തന്നെ ഈ മധൂരിന്റെയും കാസർഗോഡിന്റെയും ഈ കേരളത്തിന്റെയും ഒക്കെ വികസന മാതൃക നമുക്ക് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും മുമ്പിൽ വെക്കാവുന്ന തരത്തിലേക്കുള്ള ഒരു വികസന മാതൃകയിലേക്ക് നമുക്ക് മധൂരിനെ ഉയർത്താം. അതിനുള്ള ചർച്ച നമുക്ക് ഇവിടെ വെച്ച് ആരംഭിക്കാം എന്ന് നിങ്ങളോട് സംവദിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ വിചാരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചർച്ചകളും എല്ലാ വിവാദങ്ങളും നമുക്ക് അനുകൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ശബരിമലയിൽ വിവാദം ഉണ്ടാക്കിയത് നമുക്കെതിരായിട്ടാണ്. ഇപ്പൊ പുതിയ വിവാദം ഉണ്ടായല്ലോ ഈ വന്ദേ ഭാരത് പോകുന്ന സമയത്ത്. അവിടെ എറണാകുളത്തെ ഒരു നമ്മുടെ സ്കൂളിലെ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ കുട്ടികളെ ഈ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി റെയിൽവേ ക്ഷണിച്ചു. അത്രയേ ഉള്ളൂ. റെയിൽവേയുടെ ഔപചാരികമായ പരിപാടിയല്ല, അതൊരു പോളിസിയാണ്. നമ്മളെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആളുകളെ ഇതിന്റെ പങ്കാളികളാക്കുക എന്നുള്ളത്. അപ്പൊ കുറച്ച് കുട്ടികൾക്ക് പാസ് കൊടുത്തു, ഇതിൽ യാത്രയിൽ സംബന്ധിച്ചു. ഔപചാരികമായ ഉദ്ഘാടനങ്ങളൊക്കെ വേറെയാണ്. അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരു ചാനലുകാരൻ വന്നിട്ട് ഈ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്, നമുക്കൊരു പാട്ട് പാടിയാലോ? സ്വാഭാവികമായിട്ടും ചാനലുകാര് പാട്ട് പാടിയാലോ എന്ന് ചോദിക്കുമ്പോ കുട്ടികളെ സിനിമാ പാട്ടൊക്കെയാണ് പാടുക അല്ലേ? ഡാഡി മമ്മി വീട്ടിലില്ല, വിളയാടാൻ വാ വില്ലാടാ എന്നൊക്കെ ഉള്ള പാട്ടാണ് പാടുക എന്നാണ് ഇവരൊക്കെ വിചാരിച്ചത്. പക്ഷെ അവർ സരസ്വതി വിദ്യാനികേതനിലെ കുട്ടികളായതുകൊണ്ട് തന്നെ അവര് പാടിപ്പതിഞ്ഞ ദേശഭക്തി ഗാനമാണ് അവിടെ പാടിയത്. ആ ദേശഭക്തി ഗാനം പാടി, അത് റെയിൽവേ കുട്ടികൾ ദേശഭക്തി ഗാനം പാടി എന്ന് പറഞ്ഞിട്ട് ആദ്യം എടുത്തിട്ടു. അത്രേ ഉള്ളൂ. നമ്മളെ കുറച്ച് ആളുകൾ കേരളത്തിൽ അത് കുഴപ്പമുണ്ടാക്കി. മുഖ്യമന്ത്രി അടക്കം അതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ റെയിൽവേ വിചാരിച്ചെന്തോ ഈ പാടിയതിൽ എന്തോ കുഴപ്പമുണ്ട്, ഈ പദപ്രയോഗത്തിൽ എന്തോ കുഴപ്പമുണ്ട്, റെയിൽവേ അത് വിഡ്രോ ചെയ്തു. അതിനുശേഷം റെയിൽവേയോട് വെച്ച് എന്തിനാണ് നിങ്ങൾ വിഡ്രോ ചെയ്തതെന്ന് കുറെ ആളുകൾ ചോദിച്ചപ്പോ അവരിതിന്റെ അർത്ഥമൊക്കെ ഇന്റർനെറ്റൊക്കെ നോക്കി, കുറെ ആപ്പുണ്ടല്ലോ ഇപ്പൊ എല്ലാ ഭാഷയിലേക്കും തർജ്ജമ ചെയ്ത് നോക്കുമ്പോ അതിനകത്തൊന്നുമില്ല. എല്ലയും നടരും ഏടം പടരും, അതായത് ഈ ഭാരതാംബക്ക് വേണ്ടി മരിച്ചു വിടാൻ ഇങ്ങനെ ഓരോ മുട്ടുകളായിട്ട് ഇങ്ങനെ വിടരാൻ തയ്യാറാണ്. പരമപവിത്രമതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. നല്ല പാട്ടാണ്. റെയിൽവേ അത് വീണ്ടും റീപോസ്റ്റ് ചെയ്തു. എല്ലാ ഭാഷയിലേക്കും ഇത് തർജ്ജമ ചെയ്തിട്ട് റീപോസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചിട്ട് ഡിവൈഎഫ്ഐക്കാർ പിറ്റേ ദിവസം തിരുവനന്തപുരത്ത്
ഞങ്ങൾ ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടൊരു പരിപാടി നടത്താൻ വേണ്ടി പോകാന്ന് പറഞ്ഞു. തലേ ദിവസത്തെ എല്ലാ ചാനൽ ചർച്ചയിലും ഈ പരമപവിത്രം ഇഴകീറി പരിശോധിച്ചു. എവിടെയെങ്കിലും ഹിന്ദു മുസ്ലിം ഉണ്ടോ, അല്ലെങ്കിൽ വർഗീയതയുണ്ടോ? കാരണം മുഖ്യമന്ത്രി വർഗീയത എന്നൊക്കെയാണ് പങ്കുവെച്ചത്. ഇപ്പൊ എല്ലാവരും സമ്മതിച്ചു ഇതിനകത്തൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം പ്രതിഷേധം സംഘടിപ്പിച്ചു. പറഞ്ഞു, ഡിവൈഎഫ്ഐക്കാർ പറഞ്ഞു, ഞങ്ങൾ മുഹമ്മദ് ഇക്ബാലിന്റെ സാരേ ജഹാംസെ അച്ച പാടിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്, RSSകാരുള്ള വിരോധം കൊണ്ട്. അങ്ങനെ പിറ്റേന്ന് പരിപാടി തുടങ്ങി. നേതാവ് വിളിച്ചിട്ട്, ഒരു വനിതാ നേതാവോട് പറഞ്ഞു, ഞാൻ പാടുന്ന ഒരാളാണല്ലോ, ഞാൻ സാരേ ജഹാംസ ഒന്ന് പഠിച്ചിട്ട് വരണം. മുഹമ്മദ് ഇക്ബാലിന്റെ പാട്ടല്ലേ, വലിയ മതേതര പാട്ടാന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, അധ്യക്ഷൻ കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു. ഇവരോട് ഇത് പാടാൻ പറഞ്ഞു. പാടാൻ പറഞ്ഞപ്പോ ആദ്യത്തെ പരിപാടിയപ്പോ പ്രശ്നമൊന്നുമില്ല, സാരേ ജഹാംസെ അച്ച, എല്ലാവർക്കും സന്തോഷം. രണ്ടാമത്തെ വരി അത് വരുന്നു, ഹിന്ദു സിതാഹമാരാ. ഒരു ഹിന്ദുവും വന്നു, ഒരു സീതിയും വന്നു. പിന്നെ പറഞ്ഞു, ഹിന്ദുസ്ഥാൻ ഹമാരാ. പുലിവാലായി. ചോദ്യം വന്നു, ആ കുട്ടികൾ പാടിയ പാട്ടിൽ ഇങ്ങനത്തെ ഒന്നുമില്ല, അതിൽ ഹിന്ദു ഇല്ല, മുസ്ലിമും ഇല്ല, സീതിയും ഇല്ല, രാമനും ഇല്ല, ആരുമില്ല. നിങ്ങൾ ഈ പാട്ട് വെച്ചിട്ടാണോ പ്രതിഷേധിക്കുന്നത്? അപ്പൊ ഇവര് ഇതിന്റെ ചരിത്രമൊക്കെ പഠിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വലിയ വർഗീയതയൊന്നുമില്ല. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ആരാ പറയുന്നത്? ഡിവൈഎഫ്ഐക്കാർ. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചോദിക്കാണ്, ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് ഉണ്ട്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ഉണ്ട്, അതൊക്കെ ഈ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതിനകത്തൊന്നും വർഗീയതയില്ല. എന്റെ കുഞ്ഞുമക്കളെ, നമ്മൾ ഈ RSS ഉണ്ടായ സമയം മുതൽ 100 കൊല്ലം കൊണ്ട് പരിശ്രമിച്ച് നടക്കാത്ത കാര്യമാണ് ആ സരസ്വതി വിദ്യാർത്ഥികളെ ഒരു പാട്ട് കൊണ്ട് നമുക്ക് സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇപ്പം അംഗീകരിച്ചു, എല്ലാവരും അംഗീകരിച്ചു അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമ്മള് പരിശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ അനുകൂലമായിട്ട് വരുന്ന കാര്യമാണ്. എല്ലാ നെഗറ്റീവ് ചർച്ചയും നമുക്ക് പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇന്നുണ്ടായിട്ടുള്ള ഈ അത്യുന്നതമായിട്ടുള്ള അത്യുജ്വലമായിട്ടുള്ള ഈ വിജയത്തിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മധൂരിന്റെയും കാസർഗോഡിന്റെയും ഒക്കെ ഉന്നമനത്തിലേക്ക്, യഥാർത്ഥ വികസനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അതിന് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തുടക്കമായി നമ്മൾ എടുത്തുകൊണ്ട് അടുത്ത കാസർഗോഡ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, കാരണം അടുത്ത ടാസ്ക് അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ആ ടാസ്ക് എന്ന് പറയുന്നത് 2026 നമ്മൾ കേരളത്തിൽ ഭരണം പിടിക്കണമെങ്കിൽ നമുക്ക് ഒരു താമര എവിടുന്ന് കൊടുക്കണം? ഈ മതനന്ദേശ്വര സിദ്ധിവിനായകന്റെ മണ്ണിൽ നിന്ന്, കാസർഗോഡിൽ നിന്ന് നമുക്ക് ആ താമര കൂടി വിജയിപ്പിച്ച് ഈ കാസർഗോഡ് നിന്ന് ഒരു MLA തിരുവനന്തപുരത്തേക്ക് അയക്കാനുള്ള അടുത്ത പ്രയത്നത്തിന്റെ തുടക്കമാവട്ടെ ഈ വിജയാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. അടുത്തതായി ഈ പരിപാടി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ശ്രീ ML ലക്ഷ്മി അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಭಾರತ್ ಮಾತಾ ಕಿ, ಭಾರತ್ ಮಾತಾ ಕಿ. ವೇದಿಕೆಯಲ್ಲಿ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟನೆ ಮಾಡಿದಂತಹ ನಮ್ಮ ರಾಜ್ಯದ ಸೆಲ್ ಕೋಆರ್ಡಿನೇಟರ್ ಶ್ರೀ VK ಸಜಿವೇಟನ್, ಅದೇ ರೀತಿ ನಮ್ಮ ಜಿಲ್ಲೆಯ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಸುನಿಲ್ PR, ಜಿಲ್ಲೆಯ ವೈಸ್ ಪ್ರೆಸಿಡೆಂಟ್ ರಮೇಶಣ್ಣ, ಜಿಲ್ಲೆಯ ಸೆಲ್ ಕೋಆರ್ಡಿನೇಟರ್ ಸುಕುಮಾರ್ ಕುದ್ರಪಾಡಿ, ಜಿಲ್ಲೆಯ ಸೆಕ್ರೆಟರಿ ಪುಷ್ಪ ಗೋಪಾಲನ್, ಅದೇ ರೀತಿ ನಮ್ಮ ಮಧೂರ್ ಗ್ರಾಮ ಪಂಚಾಯತ್ನ ಪ್ರೆಸಿಡೆಂಟ್ ಗೋಪಾಲಕೃಷ್ಣ, ಮಧೂರ್ ಈಸ್ಟ್ ಮತ್ತು ವೆಸ್ಟ್ ನ ಅಧ್ಯಕ್ಷಗಳಾದಂತಹ ರವಿಗಟ್ಟಿ ಮತ್ತು ಮಾಧವ್ ಮಾಸ್ಟರ್, ಹಾಗೆ ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಎಲ್ಲ ನಮ್ಮ ಮಧೂರ್ ಗ್ರಾಮ ಪಂಚಾಯತಿನ ಹೊಸದಾಗಿ ಆಯ್ಕೆಯಾದಂತಹ ನಮ್ಮ 1 ರಿಂದ 15 ಮೆಂಬರ್ನವರು, ಹಾಗೆ ಇಲ್ಲಿ ಬಂದು ಸೇರಿದಂತಹ ಎಲ್ಲ ನನ್ನ ಪ್ರೀತಿಯ ಸಹೋದರ ಸಹೋದರಿಯರೇ, ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳಿಗೆ ಹೃತ್ಪೂರ್ವಕ ನಮಸ್ಕಾರಗಳು. ಮೊದಲಿಗೆ ಈ ನಮ್ಮ ಕೇರಳದ ಅಭಿಮಾನವಾಗಿ ಇದ್ದಂತಹ ಮಧೂರು ಗ್ರಾಮ ಪಂಚಾಯಿತಿಯನ್ನ ಮತ್ತೊಮ್ಮೆ ನಮ್ಮ ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಗೆ ಉಳಿಸಿಕೊಟ್ಟದ್ದಕ್ಕೆ ನಾನು, ನಮ್ಮ ಕಾರ್ಯಕರ್ತರು ಹಾಗೆ ಮತದಾರ ಬಾಂಧವರಲ್ಲಿ ನಾನು ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೇನೆ. ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ, ಈ ಒಂದು ಚುನಾವಣೆಯಲ್ಲಿ ಒಂದು ಚಾಲೆಂಜಿಂಗ್
ಪಂಚಾಯತ್ ಆಗಿತ್ತು ನಮ್ಮ ಮುಂದೆ. ಯಾಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಈಗ ಈ ಸಲ ಕಳೆದ ನಮ್ಮ ಈ ಎಷ್ಟು ವರ್ಷದ ಕೆಲಸ ಕಾರ್ಯಗಳಾಗಿರ್ಬೋದು, ಈ ಮುಸ್ಲಿಂ ಲೀಗ್ ಈ ಸಲ UDF ಇಲ್ಲಿ ಆಡಳಿತ ಮಾಡಬೇಕು ಅಂತ ಹೇಳುವಂತ ಎಲ್ಲಾ ಕುತಂತ್ರ ತಂತ್ರಗಳನ್ನ ಮಾಡಿ ಟೈಅಪ್ ಮಾಡಿಕೊಂಡು ಎಲ್ಲಾ ಪಂಚಾಯತ್ಗಳಲ್ಲೂ ಕೂಡ ಆಟ ಆಡಿದ ನಾವು ನಮ್ಗೆ ಇಲ್ಲಿ ಕಾಣ್ತಾ ಇರುವಂತದ್ದು. ಆ ಒಂದು ಸಂದರ್ಭದಲ್ಲೂ ಕೂಡ ಇಲ್ಲಿ ಯಾವುದೇ ರೀತಿಯಂತಹ ಕ್ರಾಸ್ ವೋಟಿಂಗ್ ಆಗಿರ್ಬೋದು ಅಥವಾ ಯಾವುದೇ ರೀತಿಯಂತಹ ಬೇರೆ ಒಂದು ಪಕ್ಷದನ್ನ ಇಲ್ಲಿ ಬಂದು ನಿಲ್ಲಿಕ್ಕೆ ಬಿಡದಂತಹ ನಮ್ಮ ಕಾರ್ಯಕರ್ತರಿಗೆ ನಾನು ಅಭಿನಂದನೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೀನಿ. ಈಗಾಗಲೇ ಸಜೀವನ್ ತುಂಬಾ ವಿಷಯ ಹೇಳಿದ್ರು. ಈಗ ಹೆಚ್ಚಾಗಿ ನನಗೆ ಮಾತಾಡ್ಲಿಕ್ಕೆ ಸಮಯ ಇಲ್ಲ, ಯಾಕಂದ್ರೆ 8 ಗಂಟೆಗೆ ದೇವಸ್ಥಾನದ ಪೂಜೆ ಕಾರ್ಯಕ್ರಮಗಳಿದೆ, ತುಂಬಾ ಮಾತಾಡ್ಬೇಕು ಅಂತ ಇದ್ದದ್ದು ನನಗೆ. ಆದ್ರೂ ಕೂಡ ನಮ್ಮ ಕೇರಳದ ಮೊದಲನೇ ಜಿಲ್ಲೆ ಅಂತ ಹೇಳಿದ್ರೆ ಕಾಸರಗೋಡಿನ ಮಧುರ್ ದೇವಸ್ಥಾನ ಇಲ್ಲಿ ನಮ್ಮ ಕೇಸರಿಮಯ ಆಗಿದ್ರೆ, ಅದೇ ರೀತಿ ನಮ್ಮ ಕೇರಳದ ಕೊನೆಯ ರಾಜಧಾನಿ ಆಗಿರುವ ಟ್ರಿವಾಂಡ್ರಂನಲ್ಲಿ ನಮ್ಮ ಕಾರ್ಪೊರೇಷನ್ ನಮ್ಮ ಕೈಲಿ ಸಿಕ್ಕಿರುವಂತದ್ದು. ಆ ಒಂದು ಸಂದರ್ಭದಲ್ಲಿ ಈ ಕಡೆಯಿಂದ ಆ ಕಡೆ ಒಂದು ಎಂಡಿಂದ ಮತ್ತೊಂದು ಎಂಡ್ ತನಕ ಇದೊಂದು ಹೊಸ ಸೂಚನೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ಇನ್ನು ಬರುವಂತಹ ಎಲೆಕ್ಷನ್ಗಳಲ್ಲಿ ಕೇರಳದಲ್ಲಿ ಖಂಡಿತವಾಗ್ಲೂ ನಾವು ಭಾರತೀಯ ಜನತಾ ಪಾರ್ಟಿಯನ್ನ ಇಲ್ಲಿ ಅರಳಿಸ್ತೇವೆ ಅಂತ ಹೇಳುವಂತದ್ದು ಇದೊಂದು ಒಂದು ಮಾಹಿತಿಯನ್ನ ಕೊಟ್ಟಿರುವಂತದ್ದು. ಅದಲ್ಲದೆ ಈ ಕಳೆದ ನಮ್ಮ ಈ ಒಂದು ಆಡಳಿತ ಭರಣದಲ್ಲಿ 3 LDF CPM ನ ಮೆಂಬರ್ನವರು ಇದ್ರು. ಈ ಶಬರಿಮಲೆ ದೇವಸ್ಥಾನದಲ್ಲಿ ಚಿನ್ನವನ್ನ ಕದ್ದು ಮಾರಾಟ ಮಾಡಿದಂತಹದ್ದು, ಮತ್ತೆ ನಮ್ಮ ಕೇರಳ ರಾಜ್ಯವನ್ನ ಭ್ರಷ್ಟಾಚಾರದಲ್ಲಿ ನೂಕಿದಂತಹ CPM ಪಕ್ಷದ ಒಂದೇ ಒಂದು ಮೆಂಬರ್ ಅನ್ನ ಮಧುರ ಗ್ರಾಮ ಪಂಚಾಯತಿ ಒಳಗೆ ಬರ್ಲಿಕ್ಕೆ ಬಿಡದಂತಹ ನಮ್ಮ ಕಾರ್ಯಕರ್ತ ಬಂಧುಗಳಿಗೆ ನಾನಿವತ್ತು ಅಭಿನಂದನೆ ಸಲ್ಲಿಸ್ತಾ ಇದ್ದೀನಿ. ಅವರು ಎಷ್ಟು ಭ್ರಷ್ಟಾಚಾರ ಮಾಡಿ ನಮ್ಮ ರಾಜ್ಯವನ್ನ ಈ ಮಟ್ಟಕ್ಕೆ ತಳ್ಳಿದರೆ ನಾವು ಒಂದು ಒಳ್ಳೆಯ ಬುದ್ಧಿಯನ್ನು ಅವರಿಗೆ ಕಲಿಸಿದ್ದೇವೆ. ಇನ್ನು ಮುಂದೆ ಬರುವಂತಹ ಚುನಾವಣೆಯಲ್ಲೂ ಕೂಡ ಅವರಿಗೆ ಒಂದೇ ಒಂದು ಇಲ್ಲಿ ಸೀಟು ಸಿಗದ ಹಾಗೆ ನಾವು ಮಗದೊಮ್ಮೆ ಕಾರ್ಯಕರ್ತರೆಲ್ಲರೂ ಕೂಡ ಒಟ್ಟಾಗಿ ನಿಂತ್ಕೊಂಡು ಈ 50 ವರ್ಷ ಕಾಲಿಡುವ ಸಂದರ್ಭದಲ್ಲಿ ಈ ಕಾಸರಗೋಡಿನಿಂದ ಒಂದು MLA ಕೂಡ ಒಟ್ಟಿಗೆ ನಿಂತು ನಾವು ಇಲ್ಲಿ ವಿಜಯ ಪತಾಕೆ ಹಾರಿಸಬೇಕು ಅಂತ ಮಾತ್ರ ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೇಳ್ಕೊಳ್ತಾ, ಇನ್ನು ನಮಗೆ ಯಾವುದೇ ರೀತಿಯಂತಹ ವಿಶ್ರಾಂತಿ ಇಲ್ಲ. ನಮ್ಗೆ ವಿಶ್ರಾಂತಿ ಬರುವುದು 2026ರ ಕಾಸರಗೋಡಿನಿಂದ ಒಂದು MLA ಮಾಡಿ ನಾವು ವಿಶ್ರಾಂತಿ ಪಡೆಯುವುದು ಅಂತ ಮಾತ್ರ ಈ ಸಂದರ್ಭದಲ್ಲಿ ಹೇಳ್ತಾ, ಎಲ್ಲರಿಗೂ ಮಗದೊಮ್ಮೆ ನಾನು ನಿಮ್ಗೆ ಕೃತಜ್ಞತೆ ಸಲ್ಲಿಸ್ತಾ ಚಿರಋಣಿಯನ್ನು ಹೇಳ್ತಾ ನನ್ನ ಮಾತುಗಳಿಗೆ ನಾನು ವಿರಾಮ ಕೊಡ್ತಾ ಇದ್ದೀನಿ. ಜೈ ಭಾರತ್ ಮಾತೆ. ഈ പരിപാടിയിൽ അടുത്തായി സംസാരിക്കുന്ന വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ PR സുനിൽ അവരെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനീയരായിട്ടുള്ള പാർട്ടിയുടെ നേതാക്കന്മാരെ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള ഈ മധൂറിലെ പാർട്ടി സഹപ്രവർത്തകന്മാരെ, ഏവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ആദ്യമേ മധൂർ ഗ്രാമപഞ്ചായത്തിനെ ഒരു ഐതിഹാസിക പഞ്ചായത്താക്കി മാറ്റിയ ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള പാർട്ടി പ്രവർത്തകന്മാർക്ക് 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, പാർട്ടിയുടെ ചുമതലപ്പെട്ട ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് CPMന്റെയും മറ്റും പാർട്ടി നേതാക്കന്മാരെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന സമയത്ത് പാർട്ടിയുടെ CPM നേതാക്കൾ നമ്മളോടൊരു കാര്യം പറയാറുണ്ട്. ഞങ്ങൾ അടുത്ത തവണ മധൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം വരെ പിടിക്കും, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ നമുക്ക് 4 LDF അംഗങ്ങളുണ്ട്. ഇതൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മളും പേടിച്ചു പോകും. കാരണം CPMന്റെ പ്രവർത്തനം അത്തരത്തിലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞു പ്രചരിപ്പിച്ചത്. ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊന്ന് ചിന്തിച്ചു നോക്കി. മധൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം CPMന്, മധൂർ ഈ ക്ഷേത്രം ഇരിക്കുന്ന വാർഡ് CPMന്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിലെ സ്വർണത്തെക്കുറിച്ച് പേടിച്ചു പോയി മധൂർ സിദ്ധിവിനായകന്റെ സ്വർണവും സ്വത്തും ഒക്കെ തന്നെ അദ്ദേഹം തന്നെ കാത്തു രക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഞാൻ പ്രാർത്ഥിച്ചത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുള്ള തക്കതായിട്ടുള്ള മറുപടി ചുണക്കുട്ടികളായ മധൂർ ഈ സിദ്ധിവിനായക ക്ഷേത്ര വാർഡിലെ ചുണക്കുട്ടികൾ തന്നെ തിരിച്ചു കൊടുത്തു. CPMന് ഭരണം പോയിട്ട് 0ത്തിലേക്ക് പറഞ്ഞയച്ചു എന്നത് ഈ ക്ഷേത്രത്തിലെ പ്രദേശത്തെ പ്രവർത്തകരുടെ കരുത്തായി നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. CPMന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവരുടെ വാർഡുകളിൽ അവർക്ക് ജയിക്കാൻ വേണ്ടി അവർ ഏത് കുതന്ത്രവും നടത്തും. പ്രിയപ്പെട്ട എന്റെ സഹപ്രവർത്തകന്മാരെ, ഈ ഡിവിഷനിൽ നിന്നും, സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്നും ജനവിധി തേടിയ ഞാൻ
ഈ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്നും ജയിക്കുമെന്നായപ്പോൾ ഇതേ CPM ഒരു മാനവും നാണവും ഇല്ലാതെ UDF വലിയ തോതിൽ വോട്ട് മറിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എവിടെ പോയി LDF ആ വോട്ടുകൾ? എവിടെ പോയി LDF 5000-ഓളം വോട്ടുകൾ? ആ LDF 5000-ഓളം വോട്ടുകൾ ഒരു കാലത്ത് നെഹ്റു പോലും സൂചിപ്പിച്ച ചത്ത കുതിര എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിന് ജീവൻ വെപ്പിക്കാൻ വേണ്ടി മറിച്ചു വിറ്റ് സ്വയം കുഴിമാടം തോണ്ടിയ ചരിത്രമാണ് LDF-നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നിരുന്നാലും എത്ര തന്നെ ഇവിടെ ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒത്തുചേർന്നിട്ട് ഈ മധൂർ ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു എങ്കിൽ പോലും അതിനെയെല്ലാം നേരിടാൻ നമുക്ക് ഒരൊറ്റ ആയുധം കൊണ്ട് സാധ്യമാക്കി. വികസനം എന്ന് പറയുന്ന ആയുധം. ആ വികസന ആയുധവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആത്മാഭിമാനവുമാണ് എല്ലാ കാലവും നമ്മളെ ഇവിടെ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് പിടിച്ചു നിർത്തിയിട്ടുള്ളത്. BJPയുടെ സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ള വികസന പ്രവർത്തനങ്ങള് ഓരോ വാർഡുകളിലും യാത്ര ചെയ്യുമ്പോൾ, ഓരോ വാർഡുകളിലേക്കും പോയി നോക്കുമ്പോൾ അവിടെ കാണുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങള് മുസ്ലിം ലീഗുകാരൻ എപ്പോഴും കാണിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ്. മധൂറിൽ എന്താണ് വികസനമുള്ളത് എന്ന് മുസ്ലിം ലീഗുകാരൻ 1 ലക്ഷം രൂപയുടെ കെട്ടിടം പണിത് 30 ലക്ഷം രൂപയുടെ ചിലവ് കാണിക്കും. ബാക്കി 29 ലക്ഷം വരെ കീശയിലാക്കുന്ന ചരിത്രം ചെങ്കള പഞ്ചായത്തിലുണ്ട്. 5 ലക്ഷം രൂപയുടെ ബസ് സ്റ്റാൻഡ് കെട്ടിയിട്ട് 40 ലക്ഷം രൂപയുടെ ചിലവ് കാണിക്കുന്ന കുമ്പളയുടെ ചരിത്രം മുസ്ലിം ലീഗിനുണ്ട്. അതുപോലെയുള്ള തട്ടിപ്പുകൾ കാണിക്കാതെ പാവപ്പെട്ട ജനസമൂഹത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനത്തിന് ഊന്നൽ നൽകിയത് കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആത്മാഭിമാനം നൽകുന്ന തരത്തിൽ വീണ്ടും വീണ്ടും ഈ പ്രദേശത്തെ ജനങ്ങൾ അധികാരം ഏൽപ്പിച്ചത്. നിങ്ങൾ എഴുതി വെച്ചോ, ഈ 46 വർഷം കഴിഞ്ഞ് 50 വർഷം തികയ്ക്കുമ്പോഴേക്കും ചരിത്രപരമായിട്ടുള്ള മാറ്റം മധൂർ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകുമെന്ന് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈ വാർഡിലെയും ഈ പഞ്ചായത്തിലെയും ബ്ലോക്കിലെയും സിവിൽ സ്റ്റേഷൻ ജില്ലാ പഞ്ചായത്തിന്റെയും വിജയത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഈ പ്രദേശത്തെ ഓരോ പ്രവർത്തകന്മാർക്കും 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ 2 വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ഈ പരിപാടിയിലേക്ക് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി വെസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീ ഗണേഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ಮಧೂರು ಪಂಚಾಯತಿನ 46ನೇ ವರ್ಷ ಕಳೆದು ನಾವೀಗ 50ನೇ ವರ್ಷದ ಭರಣಕ್ಕೆ ನಾವು ಕಾಲಿಡ್ತಿದ್ದೇವೆ. ಅದೇ ಈ ಮಧೂರು ಪಂಚಾಯತಿನ ಎಲೆಕ್ಷನ್ ನಾವು ಗೆದ್ದು ಬೀಗಿ ಮಧೂರು ವಿಜಯೋತ್ಸವವಾಗಿ ನಾವು ಮಧೂರಿನ ಮಣ್ಣಿನಲ್ಲಿ ನಾವಿವತ್ತು ವಿಜಯೋತ್ಸವ ಆಚರಿಸಿ ಇಲ್ಲಿ ನಾವು ತುಂಬಾ ಸಂತೋಷದಿಂದ, ಯಾಕಂದ್ರೆ ನಮ್ಮನ್ನು ಸೋಲಿಸಲಿಕ್ಕೆ ಬೇಕಾಗಿ ಮಲಯಾಳದ ಮಾತುಂಟು, ಕಚ್ಚೆ ಕಟ್ಟಿಂತ ಎಡದ ಪಕ್ಷ ಬಲದ ಪಕ್ಷ 3 ಪಾರ್ಟಿಗಳು ಸೇರಿ ನಮ್ಮನ್ನು ಸೋಲಿಸಲಿಕ್ಕೆ ನೋಡಿ ನಮ್ಮಿಂದ ಆಗ್ಲಿಲ್ಲ. ನಾವಿವತ್ತು 13ರಿಂದ 2 ಸ್ಥಾನ ಕೊಡಿ 15 ಸ್ಥಾನ ತೆಗೆದು 15 ಸ್ಥಾನದೊಂದಿಗೆ ನಾವು ಚುನಾಯಿತರಾಗಿ ಗೆದ್ದು ಬಂದಿದ್ದೇವೆ. ಈ ಸಂಜೆಯ ವೇಳೆಯಲ್ಲಿ ಇವತ್ತಿನ ಈ ಧನ್ಯವಾದ ಕಾರ್ಯವನ್ನು ನನಗೆ ಏರ್ಪಿಸಿದ್ದಾರೆ. ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದ ನಮ್ಮ ಸ್ಟೇಟ್ ಸೆಲ್ ಕೋಆರ್ಡಿನೇಟರ್ VK ಸಜೀವ ಅವರಿಗೂ, ಅದೇ ರೀತಿ ನಮ್ಮ ಜಿಲ್ಲಾ ಪ್ರೆಸಿಡೆಂಟ್ ಅಶ್ವಿನಿ ML ಅಶ್ವಿನಿ ಅವರಿಗೂ, ನಮ್ಮ ಜಿಲ್ಲಾ ಸೆಕ್ರೆಟರಿ PR ಸುನಿಲ್ ಅವರಿಗೂ, ನಮ್ಮ ಮಧುರ್ ಪಂಚಾಯತ್ ಅಧ್ಯಕ್ಷರಾದ ಗೋಪಾಲಕೃಷ್ಣ ಅವರಿಗೂ, ಅದೇ ರೀತಿ ನಮ್ಮ ಪಕ್ಷದ ಈಸ್ಟ್ ವೆಸ್ಟ್ 2 ಅಧ್ಯಕ್ಷರಾದ ಮಾಧವ ಅಶೋಕ್, ರವಿ ಗಟ್ಟಿ ಅವರಿಗೆ ಹಾಗೂ ಇಲ್ಲಿ ಬಂದ ಸೇರಿದಂತ ಎಲ್ಲ ಗಣ್ಯರಿಗೂ, ಪಕ್ಷದ ಕಾರ್ಯಕರ್ತರಿಗೂ, ಹಿರಿಯ ನೇತರಿಗೂ ಧನ್ಯವಾದ ಹೇಳ್ತಾ ಅಧ್ಯಕ್ಷರ ಮೇರೆಗೆ ಈ ಸಭೆ ಮುಕ್ತಾಯ ಎಂದು ತಿಳಿಸುತ್ತೇನೆ. ನಮಸ್ತೆ.